രാജുക്കുട്ടിയാണ്, കുന്നിക്കോട് എന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജുക്കുട്ടി, താങ്കൾക്ക് എന്ന് തോന്നുന്നു ഈ ജോസിന് എന്താണ് ഇപ്പോൾ ജോസഫിനെ വിളിക്കാൻ കാരണം? ജോസഫിനെ വിളിക്കാൻ എന്ന് പറഞ്ഞാൽ അയാൾ ആകെ പൊളിഞ്ഞു നിൽക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്ത് ഇപ്പം പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വന്നു, ആകെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയില്. കാരണം ഒന്നുകിൽ യു ഡി എഫിനടുത്ത ഭരണം കിട്ടുമെന്നുള്ള ഒരു കിരൺ സാറിന് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. നല്ല രീതിയിലുള്ള ഒരു പോക്കാണ്. പിന്നെ അവരുടെ ഐക്യമില്ലാത്തതാണ് കുഴപ്പം. ശ്രീ രാജുക്കുട്ടി, ആർക്ക് ഭരണം കിട്ടില്ലെന്നൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അതാ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ജോസ് കെ മാണി വിളിച്ചാലൊന്നും ജോസഫ് പോകത്തില്ല. കാരണം ജോസ് കെ മാണിയുടെ സ്വഭാവങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അതൊരു രാഷ്ട്രീയ നയമല്ല. ഞാനും പണ്ട് കേരള കോൺഗ്രസിലായിട്ട് നിന്നതാ. PC ജോർജ്, ബാലകൃഷ്ണപിള്ള, TM ജേക്കബ്, KM മാണി, ഇവരൊക്കെ നിന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്നൊന്നും ജോസ് കെ മാണി ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു. കാലം കഴിയുമ്പോൾ പുതിയ ആളുകൾ വരില്ലേ? എല്ലാ കാലത്തും കാലം കഴിയുമ്പോൾ വരുന്നു. ഞാനൊരു റിട്ടയർഡ് ഓഫീസറാണ്. UDF ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന സമിതി അംഗം കൂടിയാണ്. ശരി. അപ്പം യാതൊരു കാരണവശാലും ഇടതുപക്ഷത്തേക്ക് എന്തായാലും ജോസഫ് പോകത്തില്ല. അദ്ദേഹത്തിന്റെ ആ സ്വപ്നം കയ്യിലിരുന്നാൽ മതി എന്ന് മാത്രമേ എനിക്ക് ഈ അഭിപ്രായത്തില് പറയുന്നുള്ളൂ. കുറെ ദിവസമായിട്ട് സാറിനെ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ശരി, ഓക്കെ. താങ്ക് യു സാർ. ശരി, ഓക്കെ. നല്ല ശ്രീ രാജുക്കുട്ടിയാണ് വിളിച്ചത്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ നമസ്കാരം. പറഞ്ഞോളൂ സാറേ, ഈ ഇടതുപക്ഷത്തിൽ പോയിട്ട് വൻ നേട്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞത് എന്താണെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം സാർ. ഇടതുപക്ഷത്ത് പോയില്ലായിരുന്നെങ്കിൽ ഈ ജോസ് കെ മാണി പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നേനെ. ഇപ്പോൾ ഇടതുപക്ഷത്ത് പോയതുകൊണ്ട് അവർ സർക്കാരിന്റെ ഭാഗമായി. അത് കറക്റ്റ്, ആ ഒരു ഭാഗം കറക്റ്റ്. പിന്നെ വേറെ ഏത് ഭാഗമാണ് ഈ കേരള കോൺഗ്രസുകൾ എല്ലാ കാലത്തും ഏത് ഭാഗമാണ് ശ്രദ്ധിക്കുന്നത്? സാറേ, ഈ മാണി സാറൊക്കെ മാണി കോൺഗ്രസ് എന്ന് പറയുന്നത് പാല എന്ന് പറഞ്ഞാൽ മാണി സാർ മാണി കോൺഗ്രസ്, പാല എന്ന് പറയുന്നത് മാണിയാണ്. ഈ പാലായില് ഒരു സീറ്റ് മാണിക്ക് പാലായിന് ജയിക്കാൻ പറ്റിയോ? മാണി സാർ പോയാൽ പിന്നെ ജയിക്കാൻ പറ്റിയോ? UDF ജയിക്കാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ള നല്ല വിഷയം. അവരെ സംബന്ധിച്ച് അവർക്ക് അധികാരം കിട്ടി, ഒരു MP ഒരു അധികാരം കിട്ടിയെന്ന് പറഞ്ഞ സാറേ മാണി സാർ. താങ്കൾ ഈ ചോദ്യമൊക്കെ ആദ്യം എന്നോട് ഇത്ര ആവേശപൂർവ്വം ചോദിച്ചു, എന്ത് നേട്ടം കിട്ടിയെന്ന് ചോദിച്ചു. താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാൻ നേട്ടം കിട്ടി. താങ്കൾക്ക് മറ്റെന്തെങ്കിലും വാദം ഉണ്ടെങ്കിൽ വാദം പറഞ്ഞോളൂ. അല്ലാതെ ഈ പാലായിൽ തോറ്റെന്നുള്ള കാര്യം ഇവർക്ക് അധികാരം കിട്ടിയെന്നുള്ള കാര്യം അധികാരത്തിന്റെ ഭാഗമായി എല്ലാവർക്കും അറിയാവുന്നല്ലേ? ഒരു മന്ത്രിയല്ലേ സാറേ ഇന്നുവരെ കേരള കോൺഗ്രസ് ഒരു മന്ത്രി വെച്ച് ഭരിച്ചിട്ടുണ്ടോ? പിന്നെ LDF വന്നാൽ അവർക്ക് 5-6 മന്ത്രിമാരെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ? UDF കിട്ടിയില്ലേ? അതിന് എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഇതിൽ പോയിട്ടുള്ള MP ഉണ്ടായിരുന്ന കൂടെ പോയോ? ജോസഫ് സ്റ്റാലിൻ MP ഉണ്ടായിരുന്ന കൂടെ പോയോ? MP ഉണ്ടായിരുന്ന പോയില്ല. ശ്രീ ജയകുമാർ, രാഷ്ട്രീയമായി നോക്കിയാൽ കേരള കോൺഗ്രസ് എമ്മിന് മാണി വിഭാഗത്തിന് രാഷ്ട്രീയമായി LDF വന്നത് ഇതുവരെയുള്ള കണക്കനുസരിച്ച് ലാഭമാണ്. അതിന് പ്രത്യേകിച്ച് ഒന്നും നോക്കുന്നത് ഏതാളിനോ അതല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. സാറേ, ഈ ഒരു സീറ്റ് എനിക്കത് മനസ്സിലാവാത്ത കേസ് ഇതാണ്. താങ്കൾക്ക് മനസ്സിലാവാത്ത എന്റെ കുറ്റമല്ല. കാലങ്ങളായിട്ട് പാലായിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പാലായിൽ താങ്കൾ വർക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ള അല്ല വിഷയം. ശ്രീ ജയകുമാർ, ലാഭമാണോ നഷ്ടമാണോ എന്ന് താങ്കൾ എന്നോട് ചോദിച്ചു. കൃത്യമായും ലാഭമാണ്. ജോസ് കെ മാണിക്ക് ഇടതുപക്ഷത്ത് വന്നതുകൊണ്ട് ലാഭം മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് എന്തുണ്ടാവും എന്നതിനെ കുറിച്ച് ഇപ്പോൾ പ്രവചിക്കാനാവില്ല. കയ്യിലിരുന്ന് കംപ്ലീറ്റ് പോയോ? എവിടെ പോയി? മണ്ഡലം പോയതാണ് ഇത്ര വലിയ വിഷയം. അധികാരത്തിലിരിക്കാതെ പ്രതിപക്ഷ ബെഞ്ചിൽ 5 കൊല്ലം ഇരിക്കേണ്ടി വന്നായിരുന്നു ഇതിനേക്കാൾ ദയനീയമാകത്തില്ലായിരുന്ന അവസ്ഥ. MP സ്ഥാനം പോയായിരുന്നോ? MP സ്ഥാനം അവിടെ കേരളത്തിൽ മുഴുവൻ സ്ഥലത്ത് തോറ്റപ്പോൾ അവിടെയും തോറ്റു. അതിനപ്പുറം എന്താണ്? മാറി ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഈ എല്ലാ പേരും ഘടകകക്ഷികളും മാറി വെളിയിലും അകത്തുമായിട്ട് തന്നെ ഇരിക്കുള്ളൂ. ഇത്തവണ ഒരു ചാട്ടം അങ്ങോട്ട് ചാടി, അടുത്തവണ എനിക്ക് മാണി ഈ എന്ത് ചെയ്യാൻ പോണു ജോസ് കെ മാണി? അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പിടിച്ച് കയറാൻ വേണ്ടിയല്ലേ? താങ്കളുടെ പാർട്ടിയുടെ അഭിപ്രായം താങ്കൾക്ക് പറയാം, കോൺഗ്രസ്സുകാരൻ്റെ നിലയ്ക്ക് ആ കാര്യമൊക്കെ പറയാം. പക്ഷേ അവർക്ക് എന്ത് ലാഭം ഉണ്ടായെന്ന് ചോദിച്ചാൽ താങ്കൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. ഇത്ര നഷ്ടം അവർക്കുണ്ടായി, ലാഭത്തേക്കാൾ വലിയ നഷ്ടം ഉണ്ടായി, അങ്ങനെ പറയാൻ ഇതുവരെ അങ്ങനെ അവർക്കില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നഷ്ടങ്ങൾ സ്വാഭാവികമായിട്ട് ചെറുതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ നേട്ടം എന്താണ്? അവർക്ക് അധികാരത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. എത്ര MLA കിട്ടി? എത്ര MLA കിട്ടി? താങ്കൾ ഇനി കണക്കെടുക്കും. അവിടുന്ന് MP ഉണ്ടായിരുന്നു പോയോ? MP ഇതിന് മുമ്പ് ഇല്ലാതെ ഇരുന്നിട്ടില്ലേ? കോൺഗ്രസിന്റെ കയ്യിൽ ഇരുന്നപ്പോൾ എങ്ങനെയാണ്? കോൺഗ്രസിന്റെ ജോസഫ് കൂടി ഉണ്ടായിരുന്ന സമയത്തല്ലേ ഇതെല്ലാം ഉണ്ടായിരുന്നത്? ഒറ്റയ്ക്ക് ഇന്ന സമയത്ത് ഉണ്ടായിരുന്നു. ജോസഫ് പണ്ട് ഇടതു മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിട്ടില്ലേ? ആ കാലത്ത് എന്ത് സൗകര്യം ഉണ്ടായിരുന്നു? കണക്ക് പുറകോട്ട് കൂടി എടുക്കണം ശ്രീ ജയകുമാർ. ഇപ്പൊ ജോസ് ഉണ്ടായിട്ടാണോ MP കിട്ടിയത് കോൺഗ്രസിന്? ശരി ജയകുമാർ, ഈ ചോദിക്കുന്നതിനല്ല ജയകുമാർ ഉത്തരം പറയുന്നത്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്?
കിരൺ സാർ, അടിയുറച്ച ഒരു കോൺഗ്രസ്സുകാരനും LDF-ൽ പോയാൽ അവരുടെ തത്വചിന്തകളുമായിട്ട് എന്താണെന്ന് വെച്ചാൽ പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടാണ് സാർ. പക്ഷേ എന്തുകൊണ്ടാണ് പോയവരെ പിടിച്ചു നിൽക്കുന്നൊരു ചോദ്യം സാർ ഇതിരിച്ചു ചോദിക്കും. അതല്ല, അതായത് കോൺഗ്രസിന്റെ രീതിയും കമ്മ്യൂണിസ്റ്റിന്റെ രീതിയും രണ്ടും രണ്ടാണ്. അൻവറുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയില്ലേ സാർ? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരു അവസ്ഥ വന്നില്ലേ? അത് കാരണം കൊണ്ട് ഈ ജോസഫ് സാർ പോകുന്നത് ആലോചിച്ച് വേണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പുള്ളി പോകുന്നു പറഞ്ഞിട്ടില്ല കേട്ടോ. ഇല്ല, അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല. പോകുന്നു പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുകയാണല്ലോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.